ഹായ് എവരി വൺ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഒരു കൊലപാതക പരമ്പര, അതുപോലെ തന്നെ അതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, ഈ ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സാകെ ഡിസ്റ്റർബ്ഡ് ആണ് അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ ആത്മകഥം എന്നതുപോലെ ചോദിക്കുന്ന, അല്ലെങ്കിൽ പരസ്പരം ചർച്ച ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് ഇത്തരത്തിലൊരു കാര്യം അല്ലെ, മുമ്പും കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു സംഭവം, അതിൻ്റെ വാർത്തകൾ ഓരോന്നും വായിക്കുമ്പോൾ അല്ലേ, ഞാൻ 5-6 പേരെ തട്ടിയിട്ടാണ് വരുന്നത് എന്ന് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വന്ന് പറയാം. അവിടെ അന്വേഷിച്ച് പോയി നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ മരിച്ചു കിടക്കുന്ന, മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരിക. പലപ്പോഴും വളരെ വന്യമായ രൂപത്തിൽ ഭാവനയിൽ മാത്രം കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ സിനിമകളിൽ മാത്രം കാണാൻ സാധിക്കുന്ന പലതും നമ്മൾ നേരിട്ട് വാർത്തയായി കാണുകയാണ്. അതിനും അപ്പുറത്തേക്ക് എങ്ങനെ ഇതിന് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇത് സാധിക്കുന്നു എന്നാണ് നമ്മൾ പലപ്പോഴും പല ന്യൂസും കാണുമ്പോൾ ചോദിച്ചിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സ്വന്തം അനുജനെ കൊല്ലുമ്പോൾ ആ കൊല്ലുന്നതിന് മുമ്പ് ആ അനുജന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിട്ടുള്ള കുഴിമന്തി വാങ്ങി കൊടുക്കാൻ, എന്നിട്ട് ആ ബൈക്കിൽ കൊണ്ടുവന്ന് അങ്ങനെ സ്വന്തം ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങി നൽകി അനിയനെ കൊല്ലുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന്, പോട്ടെ ബാക്കിയൊക്കെ മാറ്റി വെച്ചാലും, ഒരു മനുഷ്യന്, ഒരു ബോധമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ഒരുപാട് ചിന്തകൾ ഒരുപക്ഷെ നമുക്കുണ്ടാകും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് സംഭവിക്കുന്നുണ്ടാവും? ഞാനിത് പറയുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്താണ് കാരണങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് എത്തണം, അത് കൃത്യമായി അന്വേഷിക്കണം, യാതൊരു സംശയമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊരു ഒറ്റ സംഭവമല്ലല്ലോ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മൾ എത്രാമത്തെ സംഭവമാണ് ഇങ്ങനെയുള്ളത് കേൾക്കുന്നത്? അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തുക, അമ്മമ്മയെ കൊലപ്പെടുത്തുക, അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുക, സുഹൃത്തിനെ കൊലപ്പെടുത്തുക, ഇങ്ങനെയുള്ള എത്ര വാർത്തകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കേട്ടിട്ടുള്ളത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നമുക്കൊരു മനുഷ്യൻ എന്ന നിലക്ക് എങ്ങനെയാണ് ഇങ്ങനൊന്നും സംഭവിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുക? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വന്തം അനുജനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ആ കുഴിമന്തി വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇയാളുടെ മനസ്സിലുണ്ടല്ലോ, എൻ്റെ അനിയനെതാ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കൊല്ലാൻ പോവാണ്. എങ്ങനെ ഒരു മനുഷ്യന് ഇത് ചിന്തിക്കാൻ സാധിക്കുക? ഇത് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് അല്ലേ? ഒരു സഹാനുഭൂതി, സ്നേഹം, ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഇവർക്കില്ലേ? ഒരാളെ കൊല്ലുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ഒരാളെങ്ങനെയാണ് 5 ആളുകളെ കൊല്ലാൻ പറ്റുക, 6 ആളുകളെ കൊല്ലാൻ പറ്റുക? സ്വന്തം അമ്മയെ കൊല്ലാൻ പോയിട്ട് ഒന്ന് വേദനിപ്പിക്കുന്നതിനെക്കുറിച്ച്, വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നതിനെക്കുറിച്ച് പോലും നമുക്ക് പലപ്പോഴും ആലോചിക്കാൻ പറ്റൂല. ഇതെങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണത്തിലേക്ക് വിരൽ ചൂണ്ടാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി എങ്ങനെ ഉണ്ടാകുന്നു? ഇതിൻ്റെ വളരെ പ്രിവാലൻ്റ് ആയിട്ടുള്ള റീസൺ ഒന്ന്, ഇതിൽ പ്രധാനമായിട്ട് ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വലുതായി തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് വളരെ വിശദീകരിച്ച് ഡിസ്കസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ആവശ്യമാണ്, ഒരുപാട് ഇൻഫർമേഷൻസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഗ്യാദർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എനിവേ, ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്. മദ്യം, അല്ലെങ്കിൽ അതുപോലെ തന്നെ കഞ്ചാവ്, മയക്കുമരുന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം നമുക്ക് നമ്മുടെ അമ്മ ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല, ഒന്നിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാതെ നമ്മൾ എന്തും ചെയ്യും. അതിനപ്പുറത്തേക്ക് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നതിനൊപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ഈ കൂടി വരുന്ന വയലൻസ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വയലൻറ്റ് മെലോഡ്രാമകൾ, അല്ലെങ്കിൽ വയലൻറ്റ് മൂവീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയും. പലപ്പോഴും നമ്മൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമകൾ, ഈ അടുത്തിറങ്ങിയിട്ടുള്ള ഏതാനും സിനിമകൾ, ആ സിനിമകളിലൊക്കെ ഭയങ്കര വയലൻസാണ് അല്ലേ? മനുഷ്യൻ്റെ ചോര ചിന്തുക എന്ന് പറയുന്നത്, തല ഇങ്ങനെ തെറിക്കുക എന്ന് പറയുന്നത്, അതൊക്കെ ഇങ്ങനെ വളരെ നോർമലൈസ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ സിനിമയുടെ സ്വാധീനം, സിനിമ കാണുന്നതിലൂടെ ഇത്തരം ചിന്തകൾ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ പല ആൾക്കാർ പറയാറുള്ളത്, അങ്ങനൊന്നുമില്ല, സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്, കലയായി കണ്ടാൽ പോരെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു സമയത്ത് തുടങ്ങി ഒരു ദ എൻഡ് എന്ന് പറയുമ്പോൾ അവസാനിക്കുന്ന ആ ഒരു 2-3 മണിക്കൂർ, ആ സമയത്തോടു കൂടി അത് കഴിയുന്നു, ആ കല അവിടെ കഴിയുന്നു, അതിന് പിന്നെ വേറെ എഫക്ട്സ് ഒന്നും ഇല്ല എന്നാണ് പലപ്പോഴും പല ആളുകളും സംസാരിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല. സിനിമകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്ത്രീയമായി തന്നെ പഠനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതല്ല റിയാലിറ്റി എന്നുള്ളതാണ്. കലയായി കണ്ടാൽ പോലെ അതെ, കലയായിട്ട് കണ്ടാൽ മതി, പക്ഷേ കലകൾക്ക് ചില എഫക്ട്സ് ഉണ്ട്, വളരെ വലിയ എഫക്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ കാണാൻ സാധിക്കും. എത്ര തന്നെ പഠനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഹാജരാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന നിലക്ക്, ദ എഫക്ട് ഓൺ വയലന്റ് ആൻഡ് മെലോഡ്രാമ മൂവീസ് ഓൺ റിസ്ക് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബിഹേവിയറൽ ഇൻഹിബിഷൻ ഇൻ അഡോളസൻസ്.
അഡോളസൻ കുട്ടികളിൽ ഈ ഇത്തരത്തിലുള്ള വയലൻ മൂവീസും അതുപോലെ തന്നെ മെലോഡ്രാമ മൂവീസും ഉണ്ടാക്കുന്ന എഫക്ട്സിനെ കുറിച്ച് ഉള്ള ഒരുപാട് പഠനങ്ങൾ അവൈലബിളാണ്. അപ്പോൾ ഇതിൽ ഈ പഠനങ്ങളിലൊക്കെ പൊതുവിൽ പറയുന്ന കാര്യം എന്താണ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, അതൊന്ന് വളരെ ചുരുക്കി വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ബ്രെയിനിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ, മുൻഭാഗത്തുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഭാഗം അവിടെയാണ് ഈ ആലോചനകളും തീരുമാനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഏരിയ ചെറുപ്പത്തിൽ അത് ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കില്ല സ്വാഭാവികമായിട്ടും. പക്ഷേ പിന്നെ ഈ അഡോളസൻ പീരീഡിലൊക്കെ അത് ഡെവലപ്പിംഗ് സ്റ്റേജിലായിരിക്കും. ഈ ഡെവലപ്പിംഗ് സ്റ്റേജിൽ ഉള്ള ആളുകൾ എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളും അഡോളസൻ കുട്ടികളും, അവർ ഇത്തരത്തിലുള്ള വയലൻ്റ് ആയിട്ടുള്ള മൂവീസ് കണ്ടാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനോട് എക്സ്പോസ്ഡ് ആയാൽ, അതിലേക്ക് കൂടുതലായിട്ട് പോയാൽ, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇത്തരം മൂവീസ് വലിയ രൂപത്തിൽ ബാധിക്കും എന്നുള്ളതാണ് ബ്രെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ തന്നെ നമുക്ക് കാണിക്കുന്നത്. അവരുടെ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാവണം എന്നുള്ള ആ ഒരു ഡെവലപ്പിംഗ് നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ആ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള വയലൻ്റ് ആയിട്ടുള്ള വളരെ അക്രമാസക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണുന്നത്. അപ്പോൾ അവരുടെ ഡിസിഷൻ മേക്കിംഗ് ആ രൂപത്തിലായി മാറും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെയാണ് അമിഗ്ഡാല അല്ലേ. അമിഗ്ഡാല എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ കാണുന്ന ഒരു ഭാഗമാണ് അല്ലേ. ഈ ഇമോഷൻസ്, നമ്മുടെ ഭയം, അതുപോലെ തന്നെ അക്രമം അല്ലെ, അഗ്രഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്, ഒരു ബ്രെയിൻ്റെ സെൻറ്ററാണ് യഥാർത്ഥത്തിൽ അമിഗ്ഡാല എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വയലൻ്റ് ആയിട്ടുള്ള മൂവീസ് കാണുമ്പോൾ, അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അമിഗ്ഡാല ഓവർ സ്റ്റിമുലേറ്റഡ് ആകുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഭയവും അതേപോലെ തന്നെ അഗ്രഷനും കൂടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ശാസ്ത്രീയമായ പഠനങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് വഴി എന്താ സംഭവിക്കുക, നമ്മുടെ അമിഗ്ഡാല ഓവർ സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് നോൺ വയലൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ സാധ്യമല്ല. മുമ്പിൽ ഒരുപാട് ലൈഫിൽ മൊത്തത്തിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ മുമ്പിലേക്ക് വരും. ഓരോന്നും ഓരോ പ്രോബ്ലംസാണ്. ആ പ്രോബ്ലംസിനൊക്കെ ഓരോന്നും ഇങ്ങനെ സോൾവ് ചെയ്ത് പോകുക എന്നുള്ളൊരു ഗെയിമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോബ്ലം വരുന്നു, സൊല്യൂഷൻ കാണുന്നു. ആ സൊല്യൂഷൻസിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ അമിഗ്ഡാല ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് കുറച്ചും കൂടി ഈ രൂപത്തിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവർ നോൺ വയലൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് പോകില്ല, വയലൻറ്റ് സൊല്യൂഷൻസിലേക്ക് പോകും അല്ലേ. ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന് നമുക്ക് പല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കുറച്ചുകൂടി വയലൻ്റ് ആയിട്ടായിരിക്കും അത്തരത്തിലുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് അത് കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഡീസെൻസിറ്റൈസേഷൻ ആൻഡ് ഡോപ്പമിൻ റിലീസ്. ഇത്തരത്തിലുള്ള സിനിമകളിൽ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഇടി, അതുപോലെ തന്നെ കൊല്ലുക, തല്ലുക, രക്തം തെറിക്കുക, ഇതൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് എലമെൻ്റായി മാറുക. ആ എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിലൂടെ ഒരു പ്ലഷർ കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ പോകുന്നത്. അപ്പോൾ ഒരു അടിയിലൂടെ അല്ലെങ്കിൽ ഒരു വയലൻസിലൂടെ പ്ലഷർ കണ്ടെത്തുന്ന ഒരു അവസ്ഥ പതിയെ ഇത് കാണുന്ന കുട്ടികൾക്ക്, ഇത് കാണുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, എ സെൻസ് ഓഫ് റിവാർഡ്. ഇങ്ങനെ ഈ വയലൻസിലൂടെ ഒരു റിവാർഡ് കിട്ടുക അല്ലേ. നമുക്ക് ഡോപ്പമിനെ കുറിച്ച് നമ്മൾ ഒരുപാട് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ് യഥാർത്ഥത്തിൽ ഡോപ്പമിൻ റിലീസാകുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്ന ആളുകൾക്ക് എങ്ങനെ ഉണ്ടാവുക, അവർക്കൊരു വയലൻസ് കാണുന്നതിലൂടെ, ഒരാളെ കൊല്ലുന്നതിലൂടെ, ഒരാളെ തല്ലുന്നതിലൂടെ, ഒരാളെ ചതച്ചരക്കുന്നതിലൂടെ അയാൾക്കൊരു സെൻസ് ഓഫ് റിവാർഡ് കിട്ടുകയാണ്. അയാൾ ചിലപ്പോൾ നമ്മൾ ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓനെ കൊന്നെങ്കിൽ, അല്ലെങ്കിൽ ഓനെ അടിച്ചെങ്കിൽ, ചത്തെങ്കിൽ എന്ന് നമ്മളിങ്ങനെ തോന്നുകയാണ്. എന്ന് വെച്ചാൽ ഒരു വയലൻസ് നടന്നെങ്കിൽ അതിലൂടെ എനിക്കൊരു റിവാർഡ്, എൻ്റെ മനസ്സിലൊരു ബ്രെയിനിലൊരു റിവാർഡ് കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അഗ്രഷൻ സീം ലെസ് സീരിയസ്, കുറച്ചുകൂടി ഈ വയലൻസിനോടൊക്കെ ഒരു ലെസ് സീരിയസ് ആയിട്ടുള്ള, അത്ര വലിയ ഗൗരവമൊന്നും ഇല്ലാത്ത, അതേപോലെ തന്നെ കുറച്ചുകൂടി അതൊരു റിവാർഡിംഗ് ആയിട്ട് തോന്നുന്നൊരവസ്ഥ ഇത്തരക്കാരായ ആളുകൾക്ക് ഡീസെൻസിറ്റൈസ് ചെയ്താൽ, ഇതിനെ നോർമലൈസ് ചെയ്താൽ, അക്രമങ്ങളെയും അതുപോലെ തന്നെ വയലൻസിനൊക്കെ നോർമലൈസ് ചെയ്താൽ അത് കണ്ടുകൊണ്ടേയിരിക്കുന്ന ആളുകൾക്ക് അതിനോടൊരു ഡീസെൻസിറ്റൈസേഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അതുവഴി ഒരു ഇമോഷണൽ നമ്പിങ് ഉണ്ടാവും അല്ലേ. നംനെസ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നംനെസ് ഉണ്ടെങ്കിൽ അവിടെ തൊട്ടാലൊന്നും നമുക്ക്, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്താലും നമുക്ക് വേദന ഒന്നും അനുഭവപ്പെടില്ല. അതേപോലെ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്താലും, എന്ത് പ്രശ്നം ഉണ്ടായാലും അവർക്കൊരു പ്രശ്നം തോന്നില്ല അല്ലേ. നമ്മൾ സാധാരണ പറയും ഒരു മരത്തടി വെച്ച മാതിരി, ഒരു കുലുക്കം ഇല്ലല്ലോ, ഇതൊക്കെ കണ്ടിട്ട് ഒരു കുലുക്കം ഇല്ലല്ലോ എന്ന് നമ്മൾ പറയും അല്ലേ. സ്വന്തം അമ്മയെ കൊല്ലുന്നത് കണ്ടിട്ടും മനസ്സിനൊരു അലിവ് തോന്നിയില്ലല്ലോ എന്ന് നമ്മൾ പറയും അല്ലേ.
അലിവ് തോന്നാത്തൊരവസ്ഥ, ഒരു നമ്പിങ്, ഒരു നംനെസ് അവർക്കുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നത്. മേക്ക് അഗ്രസീവ് ബിഹേവിയർ അപ്പിയർ നോർമൽ. അവർക്ക് അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയുന്നത് നോർമലായി മാറും, അതുപോലെ തന്നെ അക്സെപ്റ്റബിളായി മാറും. ഡിമിനിഷിങ് ദെയർ ഇമോഷണൽ റെസ്പോൺസ് ടു സഫറിങ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ സഫറിങ്ങിനോട് കുറച്ചൊരു നിസ്സംഗത, അല്ലേ, അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല, അതൊക്കെ ഒരു അക്സെപ്റ്റബിൾ ആണ്. മറ്റുള്ളവർ വലിയ രൂപത്തിൽ വേദന അനുഭവിക്കുന്നത് കണ്ടാലും, അവർ പെടഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടാലും എനിക്കത് ബാധിക്കാത്തൊരവസ്ഥ, എൻ്റെ മനസ്സിനെ അത് ബാധിക്കാത്തൊരവസ്ഥ എന്ന് പറയുന്ന ഒരു ഇമോഷണൽ നംനെസ് ആണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ, ഇങ്ങനെയുള്ള മൂവീസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും കുട്ടികളുടെ മനസ്സിൽ രൂപപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുവഴി അവർ വയലൻറ്റ് പ്രോബ്ലം സോൾവിങ് പാറ്റേൺസിലേക്ക് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ നമുക്ക് പല വഴികളുണ്ട്. ആ വഴികളിൽ ഇവരുടെ പ്രോബ്ലം സോൾവിങ് മെത്തേഡ് പലപ്പോഴും വയലൻസിലൂടെയുള്ളതായിരിക്കും. കുറച്ചുകൂടി ശക്തി ഉപയോഗിച്ച്, അഗ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തീർക്കുക എന്നൊരവസ്ഥയിലേക്ക് പോകും. അതെന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മുടെ ഇത്തരത്തിലുള്ള സിനിമകളിൽ ക്യാരക്ടേഴ്സ് ആർ ഗ്ലോറിഫൈഡ് ഓർ റിവാർഡഡ് ഫോർ വയലൻസ്. നന്നായി അടിക്കുന്ന, അല്ലെങ്കിൽ നന്നായി ഈ പറഞ്ഞ അഗ്രഷൻ കാണിക്കുന്ന, അക്രമം കാണിക്കുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആളുകളെ ഗ്ലോറിഫൈ ചെയ്യാം. അതേപോലെ തന്നെ അത് റിവാർഡിംഗ് ആയിട്ട് കാണാൻ, അങ്ങനെ ചെയ്താൽ അവർ വിജയിക്കുന്നതായിട്ട് കാണാൻ, ആ സിനിമയിൽ അവസാനം നന്നായി ശക്തി ഉപയോഗിക്കുന്ന ഒരാൾ വിജയിക്കുന്നതായിട്ട് കാണാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും പൂർണ്ണമായും പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഡെവലപ്ഡ് ആയിട്ടില്ലാത്ത ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഇങ്ങനൊരു ചിന്തയാണ് വരിക. ഞാൻ എൻ്റെ ശക്തി ഉപയോഗിച്ചാലാണ്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാലാണ് എനിക്ക് റിവാർഡിങ് ഉണ്ടാവുക, എനിക്കൊരു വിജയം ഉണ്ടാവുക, അങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ആവുക എന്ന ഒരു ചിന്തയാണ് അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടാവുക. വയലൻറ്റ് റിറ്റാലിയേഷൻസ് ഈസ് പ്രസൻറ്റഡ് ആസ് ജസ്റ്റിഫൈഡ്, അല്ലേ? നമുക്ക് പലപ്പോഴും റിവെഞ്ച് സ്റ്റോറീസിലൊക്കെ പല സിനിമകളിലും റിവെഞ്ചുകൾ കാണിക്കും. ആ റിവെഞ്ചിലൂടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? അങ്ങനെ റിവെഞ്ച് ചെയ്യുന്നതാണ് ആ കഥ മൊത്തം. അപ്പോൾ നമ്മളുടെ മനസ്സിലും ആ റിവെഞ്ച് എങ്ങനെയെങ്കിലും സക്സസ്ഫുൾ ആകണം എന്നൊരു ചിന്തയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ജസ്റ്റിഫൈഡ് ആയ രൂപത്തിലേക്ക്, ആ കഥയിലൂടെയും നീളം ഒരു 3 മണിക്കൂർ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ, എങ്ങനെയെങ്കിലും ആ റിവെഞ്ചിൽ ഈ നായകൻ വിജയിക്കണം എന്നായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം സോൾവിങ് രീതി ഡെവലപ്പായി വരും എന്നുള്ളതാണ്. ഡെവലപ്പ് എ ഡിസ്റ്റോർട്ടഡ് സെൻസ് ഓഫ് ജസ്റ്റിസ് ലീഡിങ് ടു റിയൽ വേൾഡ് അഗ്രഷൻ. ജസ്റ്റിസിന്, നീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നീതി നേടുക. അല്ലാതെ ഒരു നോൺ വയലൻ്റ് ആയ, അല്ലെങ്കിൽ കുറച്ചുകൂടി ശാന്തമായ, നിയമത്തെ സമീപിച്ചുകൊണ്ടുള്ള, അങ്ങനെ കുറച്ചുകൂടി ഡിലേഡ് ആയിട്ടുള്ള ജസ്റ്റിസിലേക്ക് ഇവർക്ക് ചിന്തിക്കാൻ തന്നെ പറ്റില്ല. ഇവർക്ക് ഇൻസ്റ്റൻറ്റ് ജസ്റ്റിസ് വേണം, അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായി അതെല്ലാം പരിഹരിക്കണം, ഇൻസ്റ്റൻ്റായി അതിനെ നേരിടണം. ഇങ്ങനെ ഒരു ചിന്തയിലേക്കാണ് ഇവർ പോവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹോസ്റ്റൈൽ ആട്രിബ്യൂഷൻ ബയാസ് കൂടി ഇവർക്കുണ്ടാവും. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു വളരെ സിമ്പിളായ, ഒരു നോർമലായ, ന്യൂട്രലായ ഒരു കാര്യത്തെ പോലും അവർക്കെതിരായിട്ടുള്ള ഒരു ത്രെറ്റായിട്ട് തോന്നും. അതേപോലെ തന്നെ കുറച്ചും കൂടി ആംബിഗ്യസ് ആയിട്ടുള്ള വിഷയങ്ങളെപ്പോലും അവർക്ക് തങ്ങൾക്ക് നേരെ വരുന്ന എന്തോ ഒരു പ്രശ്നമായി അവർക്ക് തോന്നുകയും അതിനെയൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽ കുറച്ചുകൂടി ഹോസ്റ്റൈലായി, കുറച്ചുകൂടി അഗ്രസീവായി അവർ നേരിടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കുടുംബത്തോടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകൾ, അത് ജസ്റ്റ് ഒരു ദ എൻഡ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ സിനിമയുടെ അവസാനം, പിന്നെ ആ സിനിമ അവസാനിക്കുന്നതോടുകൂടി അവസാനിക്കുന്നതല്ല അതിൻ്റെ എഫക്ട്സ് എന്ന് പറയുന്നത്. മറിച്ച് ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും, പ്രത്യേകിച്ചും ബ്രെയിൻ പൂർണ്ണമായി ഡെവലപ്ഡ് ആയിട്ടില്ലാത്ത, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് പൂർണ്ണമായി ഡെവലപ്ഡ് ആയിട്ടില്ലാത്ത കുട്ടികളിൽ പ്രത്യേകിച്ചും, മറ്റുള്ളവർക്കും എഫക്റ്റ് ഉണ്ടാവും, പക്ഷേ കുട്ടികളിൽ കൂടുതലായി അവരുടെ ചിന്താഗതിയെ തന്നെ, അവരുടെ ലോകവീക്ഷണത്തെ തന്നെ, അവരുടെ ചുറ്റുപാടുകളെ കാണുന്ന രൂപത്തെ തന്നെ, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം സോൾവിങ് രീതിയെ തന്നെ ബാധിക്കുന്ന രൂപത്തിലേക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ, വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ കുട്ടികളെ എത്തിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ഗൗരവം തിരിച്ചറിയുക. ഇത് നേരത്തെ പറഞ്ഞ ആ ഒരു ഇഷ്യൂമായിട്ട് മാത്രം ബന്ധപ്പെട്ടുകൊണ്ടല്ല, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ഇഷ്യൂസിൽ നമുക്ക് വളരെ ന്യായമായും ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ പലപ്പോഴും എത്തിപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം ശാസ്ത്രീയമായി പരിശോധിച്ചാൽ ഈ രൂപത്തിൽ നമുക്ക് മനസ്സിലാകും. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഇത്തരത്തിലുള്ള സിനിമകളിലൂടെ അല്ലെങ്കിൽ ദൃശ്യങ്ങളിലൂടെ എങ്ങനെയാണ് നമ്മുടെ ചിന്താഗതി മാറിപ്പോകുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ശ്രമിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. താങ്ക് യു.